നമസ്കാരം. നമ്മളിന്ന് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ ഇടപെടലുകളുടെ ഒരു സങ്കീർണമായ ചരിത്രത്തിലേക്കാണ് നോക്കുന്നത്. അതെ. നമുക്ക് കിട്ടിയൊരു വിശകലനം ഉണ്ടല്ലോ, അത് ഈ വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അമേരിക്കൻ നയങ്ങളിലെ ചില വൈരുദ്ധ്യങ്ങൾ, പിന്നെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന കൂട്ടുകെട്ടുകൾ, ഇതൊക്കെയാണ് ആ ലേഖനം പ്രധാനമായും നോക്കുന്നത്. ശരിയാണ്. ഇന്നത്തെ സുഹൃത്ത് നാളത്തെ ശത്രുവാകുന്നതുപോലെയുള്ള കാര്യങ്ങൾ. അതെ, അത് ശ്രദ്ധേയമാണ്. അപ്പോൾ ഈ വിശകലനം പറയുന്ന പ്രധാന കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് ആഴത്തിൽ പോയി നോക്കാം, അല്ലേ? തീർച്ചയായും. ഈ വിശകലനം പറയുന്നത് പോലെ തന്നെ മിഡിൽ ഈസ്റ്റ് എപ്പോഴും ഈ അധികാരം, എണ്ണ, പിന്നെ പലതരം ആശയങ്ങൾ, ഇതിന്റെയൊക്കെ ഒരു കേന്ദ്രമാണ്. അപ്പൊ അമേരിക്കയുടെ ഇടപെടലുകളെ ഈ ലേഖനം എങ്ങനെ കാണുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ചിലപ്പോൾ നമ്മൾ കാണാത്ത ചില കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ശരിയാണ്. നമുക്ക് ഒരു ഉദാഹരണത്തിന് 1950കളിലെ ഇറാനിൽ നിന്ന് തുടങ്ങാം. അവിടെ ജനകീയമായി തിരഞ്ഞെടുക്കപ്പെട്ട മൊസാദ്ദഖ്, അദ്ദേഹം എണ്ണ ദേശസാൽക്കരിക്കാൻ നോക്കി. അതായത് രാജ്യത്തിന്റെ എണ്ണയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ. അതെ, വിദേശ കമ്പനികളിൽ നിന്ന്. അതെ. അപ്പോൾ അമേരിക്കയും ബ്രിട്ടനും ഇടപെട്ട് അദ്ദേഹത്തെ പുറത്താക്കി തിരിച്ച് ഷായെ അധികാരത്തിൽ കൊണ്ടുവന്നു എന്നാണ് ഈ വിശകലനം പറയുന്നത്. അപ്പോൾ ഒരു വാദം എന്താണെന്ന് വെച്ചാൽ, ജനാധിപത്യത്തെക്കാൾ എണ്ണയുടെ താൽപ്പര്യത്തിനായിരുന്നു അവിടെ മുൻഗണന കൊടുത്തത് എന്ന്. ശരിയാണ്. അതിന്റെ ഒരു തുടർച്ചയായിട്ട് 1979ലെ ഇസ്ലാമിക വിപ്ലവത്തെ ഈ വിശകലനം കണക്ട് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്? അതായത് ഈ അമേരിക്ക പിന്തുണച്ച ഷായുടെ ഭരണം അത് ജനങ്ങൾക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ ഈ അമേരിക്കൻ പിന്തുണ കാരണം ഇറാനിലെ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ അമേരിക്കൻ വിരുദ്ധ വികാരം വളർന്നു. അത് അവസാനം ആ വിപ്ലവത്തിലേക്ക് നയിച്ചൊരു പ്രധാന കാരണം തന്നെയായി മാറി എന്നാണ് ഈ വിശകലനം വാദിക്കുന്നത്. നോക്കൂ, ഒരു കാലത്തെ സൗഹൃദം എങ്ങനെയാണ് പിന്നീട് ശത്രുതയായി മാറിയതല്ലേ? അതെ അതെ, ഒരു നയം തന്നെ വിപരീത ഫലമുണ്ടാക്കുന്നു. കൃത്യമായി. ആ ലേഖനം അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ സഖ്യങ്ങൾ ഇങ്ങനെ മാറിമറിയുന്നത് അത് ഇറാനിന് മാത്രമല്ലല്ലോ കണ്ടത്. ഇറാഖിന്റെ കാര്യത്തിനും ഏതാണ്ട് ഇതുപോലൊരു ചിത്രമാണ് ഈ വിശകലനം തരുന്നത്, അല്ലേ? ശരിയാണ്. ഇറാഖിന്റെ കാര്യമെടുത്താൽ 1980കളിൽ ഇറാൻ ഇറാഖ് യുദ്ധം നടക്കുമ്പോൾ അമേരിക്ക സദ്ദാം ഹുസൈനെ നന്നായി പിന്തുണച്ചിരുന്നു. ഓർക്കുന്നുണ്ട്. ഇറാനെതിരെ നിൽക്കാൻ വേണ്ടി ആയുധങ്ങൾ കൊടുത്തു, പണം കൊടുത്തു. അന്ന് സദ്ദാം സ്വന്തം ആൾക്കാർക്കെതിരെ ഈ രാസായുധം പ്രയോഗിച്ച കാര്യങ്ങളൊക്കെ അമേരിക്ക കണ്ടില്ലെന്ന് നടിച്ചുവെന്നാണ് ലേഖനം പറയുന്നത്. കാരണം അന്ന് സദ്ദാം ഒരു സഖ്യകക്ഷിയായിരുന്നു. അതെ, തന്ത്രപരമായി അതായിരുന്നു ആവശ്യം. ലക്ഷ്യം മാർഗത്തെ സാധൂകരിച്ചു എന്ന് പറയാം. പക്ഷെ കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കഥ മാറി. 2003-ലെത്തിയപ്പോൾ ഇതേ സദ്ദാം ഹുസൈൻ ഒരു ഭീകരനായി. അതെ. അദ്ദേഹത്തിന്റെ കയ്യിൽ കൂട്ടനശീകരണായുധങ്ങൾ, അതായത് WMDs, ഉണ്ട് എന്നൊരു ആരോപണം വന്നു. അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചു. ആ ആരോപണം പിന്നീട് തെറ്റാണെന്ന് തെളിഞ്ഞില്ലേ? തെളിഞ്ഞു. അതുതന്നെയാണ് ഈ വിശകലനം എടുത്തു പറയുന്ന വൈരുദ്ധ്യം. ആ യുദ്ധം കാരണം ലക്ഷക്കണക്കിന് സാധാരണക്കാരാണ് മരിച്ചത്. വലിയ അസ്ഥിരത വന്നു. ശരിയാണ്. അപ്പോ അമേരിക്കൻ വിദേശ നയത്തിൽ ഒരു സ്ഥിരതയുണ്ടോ എന്നൊരു വലിയ ചോദ്യം ഈ ലേഖനം അവിടെ ഉയർത്തുന്നുണ്ട്. ഈ പ്രവചിക്കാൻ പറ്റാത്ത മാറ്റങ്ങൾ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കി. അപ്പോൾ ലേഖനം പറയുന്നത് ഒരേ ആളെ തന്നെ ആദ്യം പിന്തുണച്ചു, പിന്നെ ശത്രുവായി പ്രഖ്യാപിച്ചു പുറത്താക്കി. അതെ. അത് ഈ രാഷ്ട്രീയത്തിലെ ഒരു സ്ഥിരതയില്ലായ്മയുടെ വലിയൊരു ഉദാഹരണം തന്നെ. തീർച്ചയായും. ഇനി ഇസ്രയേൽ പാലസ്തീൻ വിഷയത്തിലേക്കും ഈ ലേഖനം കടക്കുന്നുണ്ടല്ലോ, അതും പ്രധാനമാണ്. അതെ, അവിടെയും സമാനമായൊരു ഇരട്ടത്താപ്പ് നയം എന്നാണ് ലേഖനം പറയുന്നത്. കാരണം പതിറ്റാണ്ടുകളായി അമേരിക്ക ഇസ്രായേലിന് വലിയ തോതിൽ സൈനിക സഹായം, സാമ്പത്തിക സഹായം ഒക്കെ കൊടുക്കുന്നു. ശരിയാണ്. എന്നാൽ മറുവശത്ത് പാലസ്തീൻ ജനതയുടെ പ്രശ്നങ്ങൾ, അവരുടെ ദുരിതങ്ങൾ, അതൊക്കെ പലപ്പോഴും വേണ്ടത്ര ശ്രദ്ധ കിട്ടുന്നില്ല. ഐക്യരാഷ്ട്രസഭയിൽ UN-ൽ പാലസ്തീന് അനുകൂലമായി എന്തെങ്കിലും പ്രമേയം വന്നാൽ അമേരിക്ക സ്ഥിരമായി വീറ്റോ ചെയ്യും. അതെ, ആ പ്രമേയം തടയും. അതെ, അതും ഈ വിശകലനം ഒരു ഉദാഹരണമായിട്ട് പറയുന്നു. അപ്പൊ ഈ വിശകലനം മൊത്തത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാന ആശയം എന്തായിരിക്കും ചുരുക്കി പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ നയം എന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. താൽപ്പര്യങ്ങൾ മാറുന്നു, അതിനനുസരിച്ച് സഖ്യങ്ങളും മാറുന്നു. ഇന്നത്തെ സുഹൃത്ത് നാളത്തെ ശത്രു. മനുഷ്യാവകാശം പോലുള്ള കാര്യങ്ങളുമായി ഒത്തുപോകുന്നില്ല എന്നും, ശരിക്കും പറഞ്ഞാൽ തന്ത്രപരവും സാമ്പത്തികവുമായ താൽപ്പര്യങ്ങളാണ് നയങ്ങളെ നയിക്കുന്നതെന്നുമാണ് ഈ ലേഖനം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. ഈ യമൻ, ഗാസ, സിറിയ പോലുള്ള ഇപ്പോഴത്തെ വിഷയങ്ങളിലും അമേരിക്കയുടെ പങ്ക് തുടരുന്നുവെന്നും ലേഖനം പറയുന്നുണ്ട്, അല്ലേ? അതെ, അതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോ
ഈ വിശകലനം വരച്ചു കാട്ടുന്നത് ഒരു ദീർഘകാലത്തെ സ്ഥിരതയോ അല്ലെങ്കിൽ തത്വങ്ങളിലെ ഉറപ്പോ നോക്കാതെ അപ്പപ്പോഴത്തെ തന്ത്രപരമായ ലാഭങ്ങൾക്കു വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു രീതിയാണ്. ഇതൊരു കാഴ്ചപ്പാടാണ് കേട്ടോ. ഈ ലേഖനം അവതരിപ്പിക്കുന്ന ഒരു വിശകലനമാണ്. ഇത് പൂർണ്ണമായും ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല കാര്യം. അല്ല. പക്ഷെ ഈയൊരു വിശകലനം, ഈയൊരു കാഴ്ചപ്പാട് മനസ്സിലാക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ, അതായത് കേൾക്കുന്നവർ, എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നതിനെ ഒരു പക്ഷെ സ്വാധീനിച്ചേക്കാം. അതൊന്ന് ആലോചിക്കാവുന്ന വിഷയമാണ്.